ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് കൊയ് ഫിഷസിന് കൊടുക്കാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് ഏതാണെന്നാണ്. അപ്പോൾ അതിന് മുന്നേ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ കൊയ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഏതൊക്കെ ഫുഡ് കൊടുക്കാമെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്ന പെല്ലറ്റ് ഫുഡായിട്ടുള്ള ഒന്നുകിൽ ഹിക്കാരിയുടെയോ ഒപ്റ്റിമത്തിൻ്റെയോ ഒക്കെ ഫുഡ് തന്നെ നമുക്ക് ഒന്നുകിൽ കുഞ്ഞു സൈസിലുള്ളത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വലിയ പെല്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് പൗഡേർഡ് ഫോമിലാക്കിയിട്ട് കൊടുക്കാം. പിന്നെ രണ്ടാമത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ആർട്ടീമിയ എന്ന് പറയുന്നത്. അതായത് അത് ബ്രൈൻ ഷ്രിമ്പാണ്. അതായത് നമ്മുടെ ഉപ്പുവെള്ളത്തിൽ കണ്ടുവരുന്ന ഒരു കൊഞ്ചിൻ്റെ ഒരു ഏറ്റവും ചെറിയ വെർഷനാണ് ആർട്ടീമിയ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഈ കൊയ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് കൊടുക്കാവുന്നതാണ്. എഗ് യോക്ക് നമുക്കൊരു പേസ്റ്റ് ഫോമിലാക്കിയിട്ടും ഈ കൊയ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. ഈ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ അതിനെ പൊതുവേ ഒരു ചെറിയൊരു ടബിലോ എന്തിലെങ്കിലും ഇട്ടായിരിക്കും അതിനൊന്ന് വളർത്തുന്നത്. അപ്പോൾ ഇതിലെ വെള്ളം നമ്മൾ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതായത് ഫുഡ് വേസ്റ്റ് ഒന്നും തന്നെ അക്യൂമുലേറ്റ് ചെയ്യാതെ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യണം. ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ തന്നെ അത് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. കൊയ് ഫിഷസിന് 5 to 6 ഇഞ്ചസ് ആകുമ്പോൾ തന്നെ അതിന് നമുക്ക് നോർമൽ ഫുഡ് കൊടുത്തു തുടങ്ങാവുന്നതാണ്. യൂഷ്വലി നമ്മൾ കൊടുക്കാറുള്ളത് പെല്ലറ്റ് ഫുഡാണ്. പിന്നെ കൊയ് ഫിഷസ് ഒരു ഒംനിവോറസ് ആണ്. അതായത് പ്ലാന്റ് ബേസ്ഡ് ഫുഡും അത് കഴിക്കും, ആനിമൽ ബേസ്ഡ് ഫുഡ് ഐറ്റംസും അത് കഴിക്കും. അപ്പോൾ നോൺ വെജ് ഫുഡ് ഐറ്റംസിൽ നമുക്ക് ലൈഫ് ഫീഡ്സ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്നതാണ് BSF ലാർവ, അതുപോലുള്ള ഫുഡ് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ബ്രൊക്കോളി, ക്യാരറ്റ്, ലെറ്റ്യൂസ് തുടങ്ങിയവ ഉൾപ്പെടുത്താം. ദെൻ ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ വാട്ടർമെലൺ, ഓറഞ്ചും ഒക്കെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത് കൊടുക്കേണ്ട ടൈം പീരീഡും നമുക്ക് നോക്കാം. ആദ്യം തന്നെ BSF ലാർവ എന്താണെന്ന് നോക്കാം. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന് പറയുന്ന ഒരു തരം ഇൻസെക്റ്റിൻ്റെ ലാർവയാണ് BSF ലാർവ. ഇതിനകത്ത് ധാരാളമായിട്ട് ക്രൂഡ് പ്രോട്ടീൻ, ഫാറ്റ്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, കാൽഷ്യം ഒക്കെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫിഷസിൻ്റെ റാപ്പിഡ് ഗ്രോത്തിനും ഹെൽത്തിനും ഇമ്മ്യൂണിറ്റിക്കും കളറേഷനും ഒക്കെ തന്നെ ഇത് ധാരാളം സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫുഡ് 82 to 100% വരെ ഹൈലി ഡൈജസ്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിഷസിന് യാതൊരു തരത്തിലുള്ള ഗട്ട് ഇഷ്യൂസും ഇത് കാരണം ഉണ്ടാകുന്നില്ല. BSF ലാർവയെ സ്ഥിരമായിട്ട് നമ്മൾ ഫിഷസിന് ഫീഡ് ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഷസിൽ കണ്ടുവരുന്ന കുറച്ച് പ്രശ്നമാണ് കൈറ്റിൻ അക്യൂമുലേഷൻ. കൈറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഈ ഇൻസെക്റ്റുകളുടെയും അതുപോലെ തന്നെ എക്സോസ്കെൽട്ടൺ ആയിട്ടുള്ള ആനിമൽസിൻ്റെയൊക്കെ ബോഡിയിൽ കണ്ടുവരുന്ന ഒരു തരം ഫൈബ്രസ് സബ്സ്റ്റൻസ് ആണ് കൈറ്റിൻ. ഈ കൈറ്റിൻ നമ്മുടെ ഫിഷിൻ്റെ ബോഡിക്കുള്ളിലേക്ക് ഓവറായിട്ട് അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡൈജഷൻ ഇഷ്യൂസ് ധാരാളമായിട്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ കൊയ് ഫിഷസിന് സ്റ്റൊമക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ഇൻറ്റസ്റ്റൈനിലേക്കായിരിക്കും ഇതിൻ്റെ ഫുഡ് പോകുന്നത്. അപ്പം നമ്മുടെ BSF ലാർവ ഒരുപാട് കൺസ്യൂം ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡിയിൽ വേം പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകും. വോം ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീവോം പ്രോസസ്സിലൂടെ നമുക്ക് അതിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് അതിൻ്റെ സക്സസ് റേറ്റ് വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ വാട്ടർ ഒരു ക്ലൗഡി ഫോമിലേക്കൊക്കെ മാറാനായിട്ടും ഈ BSF ലാർവയുടെ ഓവർ കൺസപ്ഷൻ കാരണമാകാറുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ നമ്മളൊരു പവർഫുൾ ഫിൽട്ടർ സിസ്റ്റം യൂസ് ചെയ്താൽ ഒരു പരിധിവരെ ഈ ഇഷ്യൂസ് നമുക്ക് തടയാൻ പറ്റും. പിന്നെ നമ്മൾ കൊടുക്കുന്നതാണ് വെജിറ്റബിൾസ്. അതിൽ നമ്മൾ യൂഷ്വലി കണ്ടുവരുന്നതാണ് ക്യാരറ്റ്, അതുപോലെ തന്നെ ലെറ്റ്യൂസ്, ബ്രോക്കോളി ഒക്കെ. ഇത് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫിഷസിനൊരു ട്രീറ്റായിട്ട് മാത്രം കൊടുക്കുക. അതായത് 2 വീക്സ് കൂടുമ്പം ഒരു ദിവസമോ കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയിൽ ഇതൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒന്ന് സ്റ്റീം ചെയ്തിട്ടോ എന്തെങ്കിലും വേണം ഇത് കൊടുക്കാനായിട്ട്. ഈ ഒരു വെജിറ്റബിൾസിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൊയ് ഫിഷസിൻ്റെ കളറേഷനും അതുപോലെ തന്നെ ഗ്രോത്തിനും ഒക്കെ ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെ നമ്മുടെ വാട്ടറിൽ കിടക്കുകയാണെങ്കിൽ അത് വെള്ളത്തെ ഡാമേജ് ആക്കും. വെജിറ്റബിൾസ് ഒക്കെ തന്നെ നമ്മൾ സ്ഥിരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫുഡിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ വളരെയധികം കുറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. വെജിറ്റബിൾസ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വാട്ടർമെലണൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അത് കൂടുതലും സമ്മർ സീസണിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഷസിന് ഒരു റിഫ്രഷ്മെൻറ്റും ആവും. പിന്നെ കൊടുക്കുമ്പോൾ അതിൻ്റെ സീഡ്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് കുഞ്ഞ് സ്ലൈസസ് ആക്കി മാത്രം കൊടുക്കാം. പിന്നെ ഓറഞ്ചൊക്കെ കൊടുക്കുമ്പോൾ വിറ്റാമിൻ C ഒക്കെ ധാരാളം ഉണ്ട്. അതും കുഞ്ഞ് സ്ലൈസ് ആക്കി കൊടുത്താൽ നമ്മുടെ ഫിഷസിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സ്ഥിരം കൊടുക്കാതിരിക്കുക, വല്ലപ്പോഴും കൊടുക്കുന്നതിൽ തെറ്റില്ല.
അടുത്തത് പെലറ്റ് ഫുഡാണ്. പെലറ്റ് ഫുഡ് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, വെജ് പെലറ്റും നോൺ വെജ് പെലറ്റും. വെജ് പെലറ്റിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് സ്പൈറുലിന, സോയ ഒക്കെ ആയിരിക്കും. ഇത് നമ്മുടെ ഫിഷസിൻ്റെ ഡൈജഷൻ എൻഹാൻസ് ചെയ്യാനും കളർ കൂട്ടാനും ഒക്കെയാണ് സഹായിക്കുന്നത്. അടുത്തതാണ് നോൺ വെജ് പെലറ്റ്. നോൺ വെജ് പെലറ്റിൽ വരുന്നത് ഈ ക്രില്ല്, അതുപോലെ തന്നെ ഷ്രിംപ്, ഫിഷ് മീല് ഒക്കെ ആയിരിക്കും വരുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫിഷസിൻ്റെ റാപ്പിഡ് ഗ്രോത്തിന് സഹായിക്കുന്നു. ഹൈ പ്രോട്ടീനാണ് ഇതിലേക്ക് തന്നെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. പെലറ്റ് ഫുഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് നമ്മുടെ കളർ എൻഹാൻസിനും ഗ്രോത്തിനും ഒക്കെ തന്നെ ഒരുപാട് സഹായിക്കുന്നതാണ്. അതിൽ പ്രോപ്പർ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫിഷിൻ്റെ ഗ്രോത്തിനായാലും കളറിനായാലും വേണ്ടുന്ന പ്രോപ്പർ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. സോ നമ്മുടെ ഫിഷസിന് കണ്ടുവരുന്ന ഗ്യാസ് ഇഷ്യൂസോ വേമിൻ്റെ ഇഷ്യൂസോ ഒന്നും തന്നെ ഇതിനകത്ത് ഉണ്ടാവത്തില്ല. അത് പ്രോപ്പറായിട്ടുള്ളൊരു ഗ്രോത്തും കളറേഷനും ഒക്കെ തന്നെ പെലറ്റ് ഫുഡ് കൊടുക്കുന്ന വഴി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വാട്ടറിൻ്റെ ക്വാളിറ്റിയോ ഒന്നും തന്നെ നഷ്ടപ്പെടത്തില്ല. ക്ലൗഡി വാട്ടറോ ഒന്നും തന്നെ ഫോം ചെയ്യത്തില്ല. എപ്പോഴും പെലറ്റ് ഫുഡ് ആയിരിക്കും ബെസ്റ്റ്. നമ്മൾ പെലറ്റ് ഫുഡ് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല ബെസ്റ്റ് കമ്പനി ഫുഡ് തന്നെ കൊടുക്കാൻ നോക്കാം. ഒപ്റ്റിമം, ഹിക്കാരി ഇതൊക്കെയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് കൊയ് പെലറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിവിടെ ടാഗ് ചെയ്തേക്കാം, അതുകൂടെ എല്ലാവരും കയറി കാണുക. പെലറ്റ് ഫുഡും ഈ ലൈഫ് ഫീഡും ഒക്കെ നമ്മൾ കൊടുക്കുന്നതിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ലൈഫ് ഫീഡിൽ നമുക്കറിയാം റിച്ച് പ്രോട്ടീൻ ആയിരിക്കും. പ്രോട്ടീനാണ് നമ്മുടെ ഫിഷസിൻ്റെ ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ ഈ ലൈഫ് ഫീഡായിട്ടുള്ള ഈ BSF ലാർവയൊക്കെ നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ ഈ ഫിഷസ് വളരും. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഈ ഫാമേഴ്സിനായിരിക്കും. ഒരു ഫാമായിട്ടൊക്കെ തന്നെ നടത്തുന്നവർക്ക് ഈ കുഞ്ഞ് ഫിഷസിനെയൊക്കെ എടുത്തിട്ട് BSF ലാർവ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വളരുകയും ചെയ്യും, അവർക്ക് പെട്ടെന്ന് സെല്ല് ചെയ്യാനും പറ്റും. പക്ഷേ നമ്മളിപ്പോൾ വീട്ടിൽ ഒരു പെറ്റായിട്ട് വളർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ അതിന് പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടായിട്ട് നമുക്കതിന് സെല്ല് ചെയ്യേണ്ടതൊന്നും ആവശ്യം വരുന്നില്ല. സോ നമ്മളെപ്പോഴും ഒരു പെലറ്റ് ഫുഡ് അതിന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. BSF ലാർവ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ തന്നെ നമുക്കൊരു ട്രീറ്റ് ആയിട്ട് 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ ഒക്കെ തന്നെ കൊടുത്താൽ മതിയാകും. അതേസമയം BSF ലാർവയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് വേം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, ആ ഒരു ഡീവേം പ്രോസസ്സൊക്കെ തന്നെ കുറച്ച് ഹെക്റ്റിക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് പോവാതെ കൂടുതലും പെലറ്റ് ഫുഡിനെ ആശ്രയിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും. താങ്ക്